കഴിഞ്ഞ വാരത്തിലെ തത്വമസിയിൽ കുണ്ടലിനി ശക്തിയെക്കുറിച്ച് ചെറുതായി നമ്മൾ മനസ്സിലാക്കി. നമ്മളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രങ്ങളെക്കുറിച്ച് കൂടുതലായി നമുക്കിനി മനസ്സിലാക്കാം. അദ്വൈത മാർത്താണ്ഡം എന്നുള്ളതായിരിക്കുന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ 50 ചക്രങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് എന്ന് ആർതർ ആവലൻ പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചസാര വ്യാഖ്യാതാവ് 9 ചക്രങ്ങളുണ്ട് എന്നും പറയുന്നു. എങ്കിലും മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നിങ്ങനെയുള്ളതായിരിക്കുന്ന സപ്തചക്രമാണ് അതിപ്രധാനം. അന്നമയ കോശത്തിലെ ചക്രങ്ങളില്ല. ചക്രങ്ങളെ അന്നമയ കോശാവയവങ്ങളോട് ബന്ധപ്പെടുത്തി പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അവ അന്നമയ കോശത്തിലെ ഓരോ അവയവത്തിനും നേരെ മുൻപിലായിട്ട് പ്രാണമയ കോശത്തിൻ്റെ ബാഹ്യതലത്തിൽ കാണപ്പെടുന്നതുകൊണ്ട് മാത്രമാണ്. മൂലാധാരാദി ചക്രങ്ങളുടെ സ്ഥിതി സൂക്ഷ്മ ശരീരത്തിലാണെങ്കിൽ കൂടിയും ചക്രങ്ങൾ സ്ഥൂല സൂക്ഷ്മ കാരണത്രയത്തിലും വ്യാപരിക്കുന്നുണ്ട്. ഈ സ്ഥൂല ശരീരം സ്ഥൂലോത്തര ശരീരമായ പ്രാണമയ കോശമാണെന്ന് ഓർമ്മിച്ചുകൊള്ളണം. അതുമാത്രമല്ല, തിരിയങ് മാനുഷ ദേവയോനി ശരീരങ്ങളിലെല്ലാം തന്നെ ചക്രങ്ങളുണ്ട് എന്നും അറിഞ്ഞുകൊള്ളണം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നീ സപ്തചക്രങ്ങൾ ക്രമത്തിൽ അന്നമയ, പ്രാണമയ, കാമമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ, ആത്മമയാദി സപ്തകോശങ്ങളായും കരുതപ്പെടുന്നുണ്ട്. മൂലാധാരാദി ചക്രങ്ങളിലൂടെയാണ് ത്രിമൂർത്തികളിൽ നിന്നും പുറപ്പെടുന്നതായ ഈശ്വര ചൈതന്യം ശരീരങ്ങളിൽ പ്രവേശിക്കപ്പെടുന്നത് എന്നും ഓർമ്മിച്ചുകൊള്ളണം. പുരുഷാർത്ഥ സിദ്ധിക്കായുള്ളതായിരിക്കുന്ന ഉപകരണങ്ങളായ ചില കേന്ദ്രങ്ങൾ സ്ഥൂല ശരീരത്തിലുണ്ട് എന്ന് ഉപനിഷത്തുക്കൾ ഉപദേശിക്കുന്നുണ്ട്. പ്രധാന ഉപനിഷത്തുക്കളും അപ്രധാനങ്ങളായ ചില വേദാന്ത ഉപനിഷത്തുക്കളും മുഖ്യ കേന്ദ്രമായി ഹൃദയത്തിനെ പറ്റിയേ പറഞ്ഞിട്ടുള്ളൂ. യോഗോപനിഷത്തുക്കൾ പല കേന്ദ്രങ്ങളെയും പറയുന്നതായ കൂട്ടത്തിൽ ഹൃദയത്തിനെയും കൂട്ടിയിട്ടുണ്ട് എന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ, ഉപനിഷത്ത് പ്രതിപാദിതങ്ങളായ പ്രധാന കേന്ദ്രങ്ങൾ ഹൃദയം, ശിരസ്, നാഭി എന്നിങ്ങനെ 3 ഉണ്ട് എന്ന് കാണുവാൻ കഴിയും. ഇങ്ങനെ ഒന്നിലധികം കേന്ദ്രങ്ങൾ എങ്ങനെയുണ്ടായി എന്നുള്ളതായിരിക്കുന്ന ചോദ്യം അസംഗതമല്ല. മനുഷ്യൻ വാസ്തവത്തിൽ ആത്മാവാണ് എന്നും ആ മനുഷ്യൻ ഈശ്വരനെ പ്രാപിക്കുന്നതാണ് പരമപുരുഷാർത്ഥമെന്നും സർവമതങ്ങളും ഓരോ രൂപത്തിൽ സിദ്ധാന്തിച്ചിട്ടുണ്ട്. സച്ചിദാനന്ദങ്ങളായ 3 ഐശ്വര്യ ഗുണങ്ങളും ഉള്ളിൽ ലയിച്ചു കിടക്കുന്നത് കൊണ്ട് മനുഷ്യാത്മാവ് ഈശ്വരനോട് സാദൃശ്യം വഹിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാത്ത ഒരൊറ്റ മതവുമില്ല. ഈ മതസിദ്ധാന്തത്തെ അനുഭവപ്പെടുത്തുവാൻ മനുഷ്യ ശരീരത്തിലെ 3 മുഖ്യ കേന്ദ്രങ്ങളിലൂടെ ആത്മാവിന് പ്രവർത്തിക്കേണ്ടതായുണ്ട്. ഹൃദയത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ ആത്മാവ് ഹൃദയഗ്രന്ഥിയെ ഭേദിച്ച് ഈശ്വരൻ്റെ സർവവ്യാപിത്വത്തെയും, ശിരസിലൂടെ പ്രവർത്തിക്കുമ്പോൾ സഹസ്രാരത്തെ പ്രാപിച്ച് ഈശ്വരൻ്റെ സർവജ്ഞത്വത്തെയും, നാഭിയിലൂടെ പ്രവർത്തിക്കുമ്പോൾ കുണ്ടലിനി ശക്തിയെ വശപ്പെടുത്തി ഈശ്വരൻ്റെ സർവശക്തിത്വത്തെയും സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ തന്നെത്താൻ പ്രവേശിപ്പിക്കുന്നു. ഇതുകൊണ്ടാണ് 3 കേന്ദ്രങ്ങൾ ഉപനിഷത്തുക്കളിൽ പ്രതിപാദിക്കപ്പെടുന്നത്. അടുത്ത വാരത്തിൽ ഓരോ ചക്രങ്ങളെയും കുറിച്ച് വിശദമായി നമുക്ക് അടുത്തറിയാം.